ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃതം പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കേക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് കഴിക്കുമ്പോൾ അതൊരു മഫിൻസിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അമൃതം പൊടി എന്തായാലും ഇപ്പോൾ ചെറിയ മക്കളുടെ വീട്ടിലൊക്കെ കിട്ടുന്നുണ്ടാവും, അതിങ്ങനെ കെട്ടിക്കെടുക്കുന്നുണ്ടാവും ചിലപ്പോൾ പാക്കറ്റ് 6 പാക്കറ്റ് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, കുട്ടികൾ കഴിക്കുകയും ചെയ്യും, കുട്ടികൾ നല്ല വലിയവരും കഴിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഒരു മഫിൻസിൻ്റെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടാണ്. പഴമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിളാണ്, 40 മിനിറ്റ് 35 മിനിറ്റ് മതി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യണ പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അമൃതം പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മക്കൾക്ക് കഴിക്കാൻ കൊടുത്താലും നമ്മൾ കഴിച്ചാലും അത് നല്ലത് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് കേട്ടോ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. 3 ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതാ മുകളിലത്തെ സിമ്പിളില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. പ്രീവിയസ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടേസ്റ്റി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം 1 കപ്പോളം അമൃതം പൊടി, 1 കപ്പ് ഫുൾ എടുത്തിട്ടില്ല, കൊക്കോ പൗഡർ മിക്സ് ചെയ്യുന്ന കാരണം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാല് വേണം, പാല് 1/2 കപ്പോളം മതി. ഇത് 3/4 കപ്പുണ്ട്, ഇത് അധികമാണ് കേട്ടോ, ഇത്ര വേണ്ട, 1/2 കപ്പ് പാല് മതി. പിന്നെ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1/2 കപ്പ് ഇല്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടാം. പഴം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അതുപോലെ അമൃതം പൊടിയിൽ ആവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഓപ്ഷണലാണ്, ഞാനെടുത്ത നേന്ത്രപ്പഴം ഇടുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട, പിന്നെ 2 മുട്ട വേണമെങ്കിൽ എടുക്കാം, പക്ഷെ 1 മുട്ട മതി. പൈനാപ്പിൾ എസൻസ്, അതിന് പകരം വാനില എസൻസ് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഇല്ല ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ, പിന്നെ ഒരു കുറച്ച് ഉപ്പ്. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലാണ്, മറ്റു വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറൊക്കെ ഒന്ന് തൂവി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു സ്മെല്ലിന്. ഇത് വേണമെന്നില്ല കേട്ടോ, വെറുതെ ഈ പേപ്പർ വെച്ചാലും മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ച് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടിയും സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഇവിടെ ഞാൻ 2 പ്രാവശ്യം അരിച്ചുള്ളൂ കേട്ടോ. ശരിക്കും ഒരു 3 തവണ അരിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരിച്ചെടുത്ത് വെക്കാം. 3 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് അരിച്ചെടുത്ത് വെക്കാം. ഞാൻ 2 പ്രാവശ്യം അരിച്ചുള്ളൂ. അപ്പോൾ അത് അരിക്കുമ്പോൾ ഈ കട്ടകളൊക്കെ നമുക്ക് വേറെ കിട്ടും. അപ്പോൾ അത് കളഞ്ഞിട്ട് ബാക്കി എടുക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നേന്ത്രപ്പഴം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണം. കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിന് പകരം ഈത്തപ്പഴമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ഇത്തിരി വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര എടുക്കുക. പഞ്ചസാര പൊടിക്കണം. പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ. ഇതിലും വേണമെങ്കിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കുക. അപ്പോൾ ദൈവം ഇവിടെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്നും കൂടിയും അടിക്കണം. അതൊരു 2 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് അടിക്കുക. ആദ്യം 1 സ്പീഡിലിട്ടിട്ട് പിന്നെ ഒന്ന് സ്പീഡിലിട്ട് അടിക്കുക. അപ്പോൾ അതേ മുട്ടൊക്കെ ഇത്തിരി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ആയാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. പൈനാപ്പിൾ എസൻസ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മഫിൻസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്, ഒരു പരുവം കിട്ടുന്നുണ്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ. പഴം ഒക്കെ ആഡ് ചെയ്ത കാരണം ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അത് അരച്ചെടുത്തേക്ക് ബാക്കി പാലും
പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം, സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ട് ഒന്നും കൂടെ അടിക്കുക. പാൽ ഇത്ര വേണ്ട കേട്ടോ, പാൽ ഞാനെടുത്തത് ഇത്തിരി അധികമാണ്, ഇത്ര പാൽ വേണ്ട, 1/2 കപ്പ് മതി. അപ്പോൾ അതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. സൺഫ്ലവർ ഓയിലൊന്നും ഒരുമിച്ചിട്ട് അടിക്കണ്ട. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ആ അടിച്ച മിക്സ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുക, മിക്സിയിൽ അടിക്കുകയൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കിട്ടിയത്. പാല് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി കൂടുതലായിരുന്നു. ശരിക്കും ഇത്രയും ലൂസ് വേണ്ട, ഒരു ഇത്തിരി ടൈറ്റിൽ നിൽക്കണം, അപ്പോഴാണ് ശരിക്കും ഒരു കേക്കിൻ്റെ പരുവം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിരുന്നു. മഫിൻസിൻ്റെ ഒക്കെ പരുവം ഞാൻ പറഞ്ഞില്ലേ, സോഫ്റ്റായിരുന്നു കേക്ക്. അപ്പോൾ ഇനി കുറച്ച് ബാറ്റർ അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് മാർബിൾ കേക്ക് പോലെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല, കാരണം ഓൾറെഡി അമൃതം പൊടി ഡാർക്കാണ്. അത് നമ്മൾ ആവിയിൽ വേവിച്ച് വരുമ്പോൾ അത് ഇത്തിരി ഡാർക്കാവും. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് അത് ഇത് തമ്മിൽ വേർതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താണ്, വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇനി ഇതേപോലെ കേക്ക് പരുവത്തിലല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കൊക്കോ പൗഡർ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാറ്ററിൽ ഫുള്ള് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് മറ്റേ കപ്പ് കേക്കിൻ്റെ മൗൾഡിൽ ഒഴിച്ച് ബേക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ആദ്യത്തെ ബാറ്റർ കൊക്കോ പൗഡർ മിക്സ് ചെയ്യാത്ത ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക. അതുപോലെ ഇതേപോലെ നമ്മൾ മാർബിൾ കേക്കിന് ചെയ്യണ പോലെ തന്നെ സെയിം ചെയ്യുക. ഞാൻ ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് തോന്നുന്നു ബാറ്റർ ഇത്തിരിയും കൂടി ടൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ. അപ്പോൾ പാലിൻ്റെ എമൗണ്ട് കുറച്ചാൽ മതി, 1/2 കപ്പ് പാലിത്താൽ മതി കേട്ടോ. അപ്പോൾ അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ആ പാത്രം വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചായിരുന്നു, എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഒഴിച്ച പാൻ വെച്ചിട്ട് നമുക്കിനി ഒന്നും കൂടെ ഹീറ്റ് ചെയ്യണം. അതേപോലെ ഈ കാഷ്യൂസ് ഞാൻ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കാഷ്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് മുകളിൽ വെറുതെ ഇട്ട് കൊടുക്കുക. മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് മുന്തിരി വലിയ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ ഇത് മാത്രം ഇട്ട് കൊടുത്തുള്ളൂ. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ആക്കാം. അപ്പോൾ ഇത് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ തീ കൂടുതൽ വെച്ചിരുന്ന തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതായത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്, ലോ ഫ്ലെയിം പോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യണം. എനിക്കൊരു 40 മിനിറ്റോളം വേണ്ടി വന്നു. 40 മിനിറ്റ് വേണ്ടി വന്നില്ല, ഒരു 35 മിനിറ്റിന് കൂടുതൽ വേണ്ടി വന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഇത് വെച്ചൊന്ന് നോക്കാം, കത്തിയോ. അപ്പോൾ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പാത്രം അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് അതിൽ തന്നെ ഒന്ന് വീണ് പോയി. അപ്പോൾ ആ കേക്ക് ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മൾ ബേക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ട്രേ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ചൂടാറാൻ വെക്കണം. ഇതേപോലെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചാൽ ഒരേപോലെ എല്ലായിടത്തും ചൂടാറി കിട്ടും. ചെറിയ വിള്ളൽ വന്ന പോലെ ആയി, വേറെ കുഴപ്പമൊന്നുമില്ല കേക്കിന്. പിന്നെ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനപ്പോൾ ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, ഒരു മുട്ടൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഏതായാലും സക്സസ് ആയി വന്ന്, കുറേ പൊന്തിയില്ല എന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 3 പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ വീഡിയോ, അങ്ങനെ വേഗം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക, അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.